Okay, students, we will see special cases. Circle centered origin. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല HK സെന്റർ ആകുമ്പോൾ x - h whole square plus y - k whole square equal to r square ആയിരുന്നു. അപ്പോൾ സെന്റർ ഒറിജിൻ എന്ന് പറയുമ്പോൾ h = k = 0 ആണ്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് x² + y² = r square. അപ്പോൾ ഈ ഫോമിൽ കണ്ടാൽ x² y² കോൺസ്റ്റന്റ് ടേം ഇത്ര മാത്രമേ ഉള്ളൂവെങ്കിൽ ഉറപ്പിച്ചോ സർക്കിൾ സെന്ററഡ് ഒറിജിൻ ആണ്. സെന്ററഡ് ഒറിജിൻ അല്ലാത്ത വേറെ ഏതെങ്കിലും പോയിന്റിലാണ് സെന്റർ വരുന്നതെങ്കിൽ അവിടെ 2gx 2fy x ടേമും y ടേമും കൂടെ കാണും. അതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. സെന്ററഡ് ഒറിജിനിലേക്ക് വരുമ്പോൾ ഇത്രേ സംഭവിക്കുന്നുള്ളൂ. രണ്ടാമതൊരു കാര്യമാണ് സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ. സർക്കിൾ പാസിംഗ് ത്രൂ ഒറിജിൻ, ദാറ്റ് ഈസ് x² + y² + 2gx + 2fy is equal to 0. അവിടെ കോൺസ്റ്റന്റ് ടേം ഉണ്ടാവില്ല. കാര്യം പാസിംഗ് ത്രൂ ദ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കർവിന്റെ പ്രത്യേകത എന്താണ്? ആ കർവിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് അതിൽ ഇട്ട് കൊടുത്താൽ സാറ്റിസ്ഫൈ ആണ്. സ്ട്രേറ്റ് ലൈൻ ആവട്ടെ, സർക്കിൾ ആവട്ടെ, പരാബോള ആവട്ടെ, എലിപ്സ് ആവട്ടെ, വാട്ട് എവർ ദ ഇക്വേഷൻ, ഏതൊരു കർവ് അല്ലെങ്കിൽ y = x³ y = mod x ഏത് കർവ് ആണെങ്കിലും ആ കർവിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് നമ്മൾ ആ കർവിൽ കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് ഒരു ഇക്വേഷനും കർവും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധം. ആ ജോമെട്രിക്കൽ എൻറ്റിറ്റിയും ഈ ഒരു ഇക്വേഷനും തമ്മിൽ രണ്ടും ഒന്നാണ് നമ്മൾ പറയുന്നതിന്റെ പ്രധാന റീസൺ തന്നെ എന്താണ്? ആ ജോമെട്രിക്കൽ കർവിന്റെ മുകളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏതൊരു പോയിന്റും ഇക്വേഷനിൽ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണെന്ന് പറഞ്ഞാൽ ഒറിജിൻ ഈസ് എ പോയിന്റ് ഓൺ ദ കർവ്. ഒറിജിൻ കർവിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് അതിവിടെ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യണം. കോൺസ്റ്റന്റ് ടേം ഉണ്ടെങ്കിൽ ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. 0 കൊടുക്കും. x = y = 0 രണ്ടിനും ഒരുമിച്ച് 0 കൊടുത്താൽ x² + y² + 2gx + 2fy വരെ 0 ആയി പോകും. പ്ലസ് c അവിടെ ഉണ്ടാവും. അപ്പോൾ c = 0 അപ്പോൾ രണ്ടും മാച്ച് ആവാതെ വരും. അപ്പോൾ c നമ്മൾ എടുത്ത് ഒഴിവാക്കുന്നത്. there is no intercept. ഓക്കെ, ഇതാണ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. മൂന്നാമതൊരു കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, സർക്കിൾ വിത്ത് x1, y1, x2, y2 ആസ് diametrically opposite points. നേരത്തെ നമ്മൾ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അവിടെ നമ്മളുടെ x1, y1, x2, y2 ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് വന്നപ്പോൾ x1 + x2/2 y1 + y2/2 എന്ന മിഡ് പോയിന്റ് ഫോമിൽ എടുത്ത് സെന്റർ കണ്ടുപിടിച്ചു. അതിലൊരു സെന്ററിൽ നിന്നതിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചിട്ട് റേഡിയസും കൂടെ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇനി മുതൽ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ അതിന്റെ ആവശ്യമില്ല. ദ ഇക്വേഷൻ ഈസ് x - x1 × x - x2, x - x1 × x - x2 plus y - y1 × y - y2 is equal to 0. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഈ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കി. നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയ അതേ ആൻസർ തന്നെ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? കൺസ്ട്രക്ട് എ സർക്കിൾ അല്ലെങ്കിൽ റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് 8, 6, 8 and 10, 14. 8, 6 and 10, 14 നമുക്ക് ഇതാണ് ആൻസർ കിട്ടിയ. x² + y² - 16x - 22y + 172 is equal to 0. അത് ഇതേ മെത്തേഡിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 6, 8 and 10, 14. So 6, 8 and 10, 14 as the diametrically opposite points. Diametrically opposite points. So let us use this formula. x - x1 × x - x2 plus y - y1 × y - y2 is equal to 0. ഇതിൽ കൊടുക്കുമ്പോൾ ശരിയാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. So x - 6 × x - x2, x2 is 10, x1 is 6, x2 is 10, y1 is 8 and y2 is 14. അങ്ങനെയാണ് വരിക. So x - x2 is x - 10 plus y - y1, y - 8 × y - 14 is equal to 0. Now let us open all the brackets. Here x into x is x², x into -10, -6 into x is -16x. Then we have -6 into -10 is +60. അപ്പോൾ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. Now y - 8 into y - 14 is y into y is y². Then -14y - 8y is -22y. Then -8 into 14 is 28 to 56. 112 is equal to 0. Now let us combine all the terms. Here we have x² plus y². X term is -16x, y term is -22y, plus 60 plus 112 is again 172 is equal to 0. We get the same equation, x² plus y² minus 16x minus 22y plus 172 is equal to 0. നിങ്ങൾ ഇതിന്റെ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ട്. വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ നിങ്ങൾ നോട്ട് എഴുതി പോകണം. ഓരോ ക്വസ്റ്റിനും അതിന്റെ ആൻസർ ഒക്കെ എന്താ കിട്ടിയെന്ന് നോക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ മാച്ച് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അതിങ്ങനെ മുകളിലോട്ട് വീണ്ടും മറിച്ച് രണ്ടും ശരിയാണെന്ന് കാണിക്കണത്, രണ്ടും ഒരുപോലെ വരുന്നു എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുന്ന എൻ്റെ മാത്രം എന്തോ ആവശ്യമായി പോകരുത്. അപ്പോൾ നിങ്ങളും അതിന്റെ കൂടെ കോപ്പറേറ്റ്
കോൺസെൻട്രേറ്റ് ചെയ്യുക, നോട്ടൊക്കെ എഴുതുക, കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാവുന്നുണ്ട് സ്വയം പരിശോധിക്കുക. എന്നിട്ട് ഏതെങ്കിലും നമ്മൾ പറയുന്ന രണ്ട് തിയറികൾ തമ്മിൽ മിസ്മാച്ച് ആയിട്ട് വരുന്നുണ്ട്, രണ്ടും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യുക, നമുക്കത് പരിശോധിക്കാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ടോ, ലെറ്റ് us consider it. ഓക്കെ, സോ ലെറ്റ് us solve one more question from here. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ അഡീഷണൽ ആയിട്ട് ഇവിടുന്ന് തരികയാണ്. ഫോം ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്, ധാരാളമായിട്ട് മെയിനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫോം ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് -2, 3 and 3, 4. -2, 3 and 3, 4. ഇത് രണ്ടും ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്ന ഒരു സർക്കിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. സോ വാട്ട് ഇസ് ദ ഇക്വേഷൻ? x minus x1 into x minus x2 plus y minus y1 into y minus y2 is equal to 0 is the general equation of a circle with the diametrically opposite points x1, y1 and x2, y2. So let us substitute all these values here. X minus x1 is x plus 2, x1 is minus 2, so x minus x1 is x plus 2 into x minus 3 plus y minus 3 into y minus 4 is equal to 0. Now let us open all the brackets. Here x plus 2 into x minus 3 is x square minus x minus 6. അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ അറിയുന്നതാണ്. x into x square. Then we have 2x minus 3x minus of x വരും. 2 into minus 3 is minus of 6. Now let us open this bracket also. Y minus 3 into y minus 4 is y square minus 7y plus 12 is equal to 0. Now let us combine all the terms. So we get x square plus y square minus x minus 7y, then constant terms minus 6 plus 12 is plus 6 is equal to 0 is the required equation of circle. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കാം. x സ്ക്വയറിനും y സ്ക്വയറിനും കോഎഫിഷ്യന്റ് 1 ആണ്. 1 ആവണം നിർബന്ധമില്ല, സെയിം ആയാൽ മതി. ഇവിടെ 1 തന്നെയാണ്. പിന്നെ അവിടെ x y ടേം വരുന്നില്ല. ഇതൊക്കെ സർക്കിൾ ഇക്വേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇവ കാര്യങ്ങളൊക്കെ അവിടെ മാച്ച് ആയിട്ട് വരും. ഇനി അല്ലാതെ നിങ്ങൾക്ക് മറ്റേ മെത്തേഡിലും ചെയ്യാം. ഇത് രണ്ടിന്റെയും കൂടി മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് രണ്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് സെന്ററും ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് റേഡിയസ് ഒക്കെ എടുത്തിട്ട് x minus h the whole square plus y minus k whole square equal to r square എഴുതിയാൽ ഇതേ ആൻസർ തന്നെ കിട്ടും. പക്ഷേ അത് പണി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ ഒരു ഫോർമുല ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇനി നമുക്ക് നോക്കേണ്ടത് when a circle touches the axis. എപ്പോഴാണ് ഒരു സർക്കിൾ x ആക്സിനെ ടച്ച് ചെയ്യുക? when a circle touches y axis, when a circle touches both the axis. ഇങ്ങനെ 3 കണ്ടീഷൻസ് നമ്മൾ പഠിക്കണം. അങ്ങനെ ടച്ച് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് ടച്ചിങ് അല്ലാതെ വരിക. ഒന്നുകിൽ സർക്കിൾ ആക്സിസിനെ പെനട്രേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറാം, ദാറ്റ് മീൻസ് സർക്കിൾ ടച്ചസ് ദ ആക്സിസ് അറ്റ് 2 പോയിന്റ്സ്, അതാണ് ഒരു സാധ്യത. അല്ലെങ്കിൽ സർക്കിൾ ഡു നോട്ട് ടച്ചസ് ദ ആക്സിസ് അറ്റ് ആൾ, സർക്കിൾ നമ്മൾ റിക്വയർഡ് ആക്സിസിനെ തൊടുന്നേ ഇല്ല. ഇത് ആദ്യം നമ്മൾ ആക്സിസ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ജനറൽ ഒരു സ്ട്രൈറ്റ് ലൈൻ, ഒരു സർക്കിളും ഒരു സ്ട്രേറ്റ് ലൈനും തന്നാൽ 3 സാധ്യതകളാണ് ഉണ്ടാവുക. either the straight line passing through the circle, that means the line is a chord to the circle, line intersect the circle at 2 points, ഇങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ circle touches the line or line touches the circle, ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് പോവുക, that means line and circle have exactly one common point. അങ്ങനെയുള്ള അവസരത്തിലാണ് നമ്മൾ line is tangent to the circle എന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തെ കേസ് the line and circle do not touches at all. ഇത് എൻറ്റയർലി സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. സർക്കിൾ ഇവിടെ, ലൈൻ ഇവിടെ, അവർ തമ്മിൽ ടച്ചിങ് വരുന്നേ ഇല്ല. അപ്പോൾ ഒന്നുകിൽ 2 പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്യുക, ദാറ്റ് മീൻസ് ലൈൻ ഈസ് എ കോഡ് ടു ദ സർക്കിൾ, ഓർ ഇന്റർസെക്ടിങ് അറ്റ് 1 പോയിന്റ്, ദാറ്റ് മീൻസ് ലൈൻ ടച്ചസ് ദ സർക്കിൾ, ഓർ ലൈൻ ഈസ് എ ടാൻജന്റ് ടു ദ സർക്കിൾ, ഓർ ലൈൻ ആൻഡ് സർക്കിൾ ആർ കംപ്ലീറ്റ്ലി സെപ്പറേറ്റഡ്. ഇങ്ങനെ 3 സാധ്യതകളാണ് ഒരു സർക്കിളും ഒരു സ്ട്രേറ്റ് ലൈനും കൂടി എടുത്താൽ നമുക്ക് ഉണ്ടാവുക. നമ്മൾ തൽക്കാലം അതൊരു ജനറൽ സ്ട്രേറ്റ് ലൈനിന്റെ മുകളിലല്ല പറയുന്നത്. തൽക്കാലം നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് ആയിട്ടുള്ള എക്സ് ആക്സിസിന്റെ ബേസിസിലും വൈ ആക്സിസിന്റെ ബേസിസിലും ഇത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. So case 1, circle cuts the axis at 2 points. 2 പോയിന്റുകളിൽ കട്ട് ചെയ്യുന്നു. അഥവാ ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ axes are the chord to the circle. കോഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ആക്സിൽ നോക്കാം, പിന്നെ വൈ ആക്സിസ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ്. പിന്നീട് എന്ത് നോക്കാം? വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ്. ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാൻ പോകാം. 2 പോയിന്റുകളാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എക്സ് ആക്സിന് 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. This is the way the circle cuts the x axis at 2 points. So x axis is a chord to the circle. Cuts x axis with respect to x axis എന്ന് പറയുമ്പോൾ we have 2 points. താഴേക്ക് അങ്ങനെ വന്നാലും കുഴപ്പമൊന്നുമില്ല, അവിടെ 2 പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. സോ y axis is a chord to the circle. പല രീതിയിലാണ് പറയുന്നത്, എല്ലാ രീതിയിലും നമ്മൾ പറയുന്നത്. ഒന്നുകിൽ 2 പോയിന്റുകൾ ടച്ച് ചെയ്യുന്നു എന്ന് പറയും, അല്ലെങ്കിൽ കോഡ് എന്ന് പറയും, ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ കട്ട്സ് ദ സർക്കിൾ, അതിനുള്ളിൽ കൂടെ
കയറി ഇറങ്ങി പോകുന്നു എന്നൊക്കെ വേർഡ്സിൽ എങ്ങനെയെങ്കിലുമൊക്കെ തരും. അപ്പോൾ അത് വിശദമായിട്ട് നോക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ minus g comma minus f. The equation of circle will be definitely x square plus y square plus 2gx plus 2fy plus c is equal to 0. എന്നാൽ മാത്രമേ സെന്റർ ആയിട്ട് എവിടെ വരുള്ളൂ, minus g comma minus f വരുള്ളൂ. And this is the radius. What is the equation of radius? R square is equal to അല്ലെങ്കിൽ r is equal to square root of g square plus f square minus c. r square ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, സ്ക്വയർ റൂട്ട് വേണ്ട, g square plus f square minus c എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. And this is the distance to the x-axis. x-axis distance ആണ്. x-axis distance എന്ന് പറഞ്ഞാൽ എന്താണ്, അത് y കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എഫ് ആണ്. മൈനസ് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ അത് ഒരു നെഗറ്റീവ് അല്ലേ, ലെങ്ത് എങ്ങനെ നെഗറ്റീവ് ആവും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ എഫ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. എഫ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് ഓഫ് എഫ് എന്തായിക്കോളും, പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ നെഗറ്റീവ് സിമ്പിൾ ഡസന്റ് ഇംപ്ലൈ ദാറ്റ് ഇസ് എ നെഗറ്റീവ് നമ്പർ. നെഗറ്റീവ് സിമ്പിൾ ഉള്ളവർക്ക് നെഗറ്റീവും നെഗറ്റീവ് സിമ്പിൾ ഇല്ലാത്ത പോസിറ്റീവ് അങ്ങനെ ഒരു മീനിങ് ഒന്നുമില്ല. That depends on the sign of f. എഫ് പോസിറ്റീവ് ആണെങ്കിൽ മൈനസ് എഫ് നെഗറ്റീവ് ആയിരിക്കും, എഫ് നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എഫ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് നെഗറ്റീവ് ആണ് എന്ന് ചിന്തിക്കുക, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇത് ഇങ്ങോട്ടേക്കാണ്, ഈ പോയിന്റിലേക്കാണ് ഈ ഇത് വരച്ചപ്പോൾ ഒന്നൊരു ചെറിയ മിസ്റ്റേക്ക് ആണ്. എനിവേ ദിസ് ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ. സോ ഇറ്റ്സ് height is minus f and hypotenuse is r. അതുകൊണ്ട് ഈ ലെങ്ത് നമുക്ക് കണ്ടുപിടിച്ചൂടെ, ആ ലെങ്ത്തിന്റെ ഡബിൾ ആയിരിക്കുമല്ലോ ടോട്ടൽ ലെങ്ത്. കാര്യം സർക്കിളിന് അങ്ങനെ ഒരു സിമട്രി ഉണ്ട്. ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ലൈന് ഈ കോഡിനെ ബൈസെക്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ യൂക്ലിഡിയൻ ജോമെട്രിയിൽ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ദിസ് ലെങ്ത് അതിന്റെ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊത്തം ലെങ്ത് L ആണെങ്കിൽ L/2 is equal to L represent the length of chord. ഈ ഒരു കോഡിന്റെ ലെങ്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് ദ സർക്കിൾ എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ ദ ഇന്റർസെപ്റ്റ് മെയ്ഡ് ബൈ ദ സർക്കിൾ ഓൺ ദി എക്സ് ആക്സിസ്. ഇവിടെ അതുപോലെ ഇന്റർസെപ്റ്റ് മെയ്ഡ് ബൈ ദ സർക്കിൾ ഓൺ ദി വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്റർസെപ്റ്റ് മെയ്ഡിനെ L എന്ന് വിളിക്കുകയാണ്. അപ്പോൾ L/2 is equal to root of r square minus f square by Pythagoras theorem. Base is equal to root of hypotenuse square minus height square അല്ലെങ്കിൽ height square plus base square equal to hypotenuse square അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. And r square is square root of g square plus f square minus c minus of f square. വീണ്ടും r square ആണ് ഇത്രയും കൊടുത്തത്. r is square root of g square plus f square minus c. അവിടെ r square ന് അതിന്റെ സ്ക്വയർ റൂട്ട് പോകും. So we can cancel this f square and minus of f square. So this is equal to root of g square minus c. So the intercept on x-axis L is equal to 2 root of g square minus c. അതാണ് intercept made on x-axis by a circle. x square plus y square plus 2gx plus 2fy plus c is equal to 0. Similarly, we can do the same here. This is the equation of circle x square plus y square plus 2gx plus 2fy plus c is equal to 0. Now this is the center. No doubt the coordinates of center will be minus g comma minus f. അതിലൊന്നും യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. സർക്കിളിന്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെന്റർ മൈനസ് ജി മൈനസ് എഫ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ദിസ് ലെങ്ത്, ഈ കോഡിന്റെ മിഡ് പോയിന്റിലേക്കുള്ള ഈ ലെങ്ത്, അത് വരച്ചപ്പോൾ മിഡ് പോയിന്റ് അത്ര കറക്റ്റ് ആയിട്ട് വന്നിട്ടൊന്നുമില്ല, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് വിൽ ബി മൈനസ് ഓഫ് ജി. ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ്. ഡിസ്റ്റൻസ് ഫ്രം വൈ ആക്സിസ് ഈസ് ദ എക്സ് കോർഡിനേറ്റ്. ഇവിടെ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ആയിരുന്നു. So y coordinate is a distance from x axis and x coordinate is a distance from y axis. അങ്ങനെയൊക്കെ പഠിച്ചു വെക്കാം, ഒരു കുഴപ്പമില്ല. And this is the radius. അപ്പോൾ ഇവിടെ ഈ മൊത്തം ലെങ്ത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, L/2 is equal to square root of r square minus g square ആണ്. കാരണം ഇവിടെ ഹൈറ്റ് ആയിട്ട് വരുന്നയാൾ മൈനസ് ജി ആണ്. ഇവിടെ മൈനസ് എഫ് ആയിരുന്നു, അവിടെ മൈനസ് ജി ആണ്. കാരണം വളരെ വ്യക്തമാണ്, ഇവിടെ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ആക്സിസ് ആണ്. അപ്പോൾ y coordinate വരും and y coordinate is minus f. Here but it is the distance from y axis and distance from y axis is x coordinate. X coordinate is minus g. കാര്യങ്ങളൊക്കെ പറയാലോ. ഇവിടെ സെന്റർ അറ്റ് minus g comma minus f and radius r is equal to square root of g square plus f square minus c. And let us substitute that here. R square is g square plus f square minus c minus of g square. We can cancel plus g square and minus g square. So we get square root of f square minus c. But that is not L. That is L/2. So we can cross that 2 to the RHS. L is equal to 2 root of f square minus c. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർക്കിളിന്റെ ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് സ്ക്വയർ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി ആണ്. ആൻഡ് ഇന്റർസെപ്റ്റ് ഓൺ എക്സ് ആക്സിസ് 2 റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി ആൻഡ് ഇന്റർസെപ്റ്റ് ഓൺ വൈ ആക്സിസ് 2 റൂട്ട് ഓഫ് എഫ് സ്ക്വയർ മൈനസ് സി. ഇനി ഈ ഒരു ക്വാണ്ടിറ്റി, ഇത് റൂട്ടിനുള്ളിൽ വരുന്ന ക്വാണ്ടിറ്റി പോസിറ്റീവ് ആവണം അല്ലെങ്കിൽ 0 ആവണം. അത് പോസിറ്റീവ് ആവുമെങ്കിൽ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോഡ് തന്നെയായിട്ട് ഈ ആക്സിസ് വർക്ക് ചെയ്യും. ഇത് ഈ എഫ് സ്ക്വയർ മൈനസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ the length of intercept is 0. That means the line touches the x-axis.
sorry, the circle touches the x-axis or y-axis. അവർ തമ്മിൽ ടച്ചിങ് മാത്രമേ ഉണ്ടാവുള്ളൂ when f square minus is equal to 0. അതായത് ആ റൂട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി 0 ആയി കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ് ഇല്ല. ദാറ്റ് മീൻസ് ദ സർക്കിൾ ജസ്റ്റ് ടച്ചസ് ദി ആക്സിസ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി റൂട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റി നെഗറ്റീവ് വരികയാണെങ്കിൽ അത് ഇമാജിനറി ആവും. സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് ഇമാജിനറി ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പോസിബിൾ അല്ല. ദാറ്റ് മീൻസ് ദ സർക്കിൾ ഡു നോട്ട് ടച്ചസ് ദി കറസ്പോണ്ടിങ് ആക്സിസ്. അങ്ങനെയാണ് ഇനി നമ്മൾ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് x square plus y square plus 2gx plus 2fy plus c is equal to 0 is the general circle. Its center is at minus g comma minus of f. Its radius അതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. That is equal to square root of g square plus f square minus c. Then x intercept അതെന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു. സർക്കിൾ ഇങ്ങനെ കറങ്ങി അടിച്ച് വരുന്ന സമയത്ത് സർക്കിൾ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരുമ്പോൾ അത് x ആക്സിസിനെ രണ്ട് പോയിന്റുകളിൽ കട്ട് ചെയ്ത് എപ്പോഴും ഈ x intercept ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. x intercept is defined only when the circle touches the x-axis at 2 points. That means x-axis act as a chord of the circle. Then only the x-intercept is defined. അങ്ങനെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു അവസരത്തിലുള്ള ഫോർമുലയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡിഫൈൻഡ് അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഡിഫൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ മതി. ഡിഫൈൻഡ് അല്ലാത്തൊരു സാധനത്തിനെ പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. സോ x-intercept is equal to 2 root of g square minus c. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആൻഡ് y intercept അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. y intercept ഫോർമുലയൊക്കെ നമ്മൾ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടെങ്കിലും that is applicable only when that is defined geometrically. Geometrically defined അല്ലാത്ത ഒരു കാര്യത്തിന് algebraic definition ഉണ്ടാവില്ല. കാര്യം അൾട്ടിമേറ്റ്ലി നമ്മൾ പഠിക്കുന്നത് ജോമെട്രിയാണ്. ജോമെട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ എപ്പോഴും ഫിഗർ വരച്ചിട്ടും സ്കെയിലും പെൻസിലും എടുത്തിട്ട് അളന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മാത്രമാണ് ഇത്തരം ഓൾജിബ്രിക് എക്സ്പ്ലനേഷൻസ്. അതുകൊണ്ട് ഈ പറയുന്ന y intercept ഇതൊക്കെ ഡിഫൈൻഡ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദ സർക്കിൾ ഷുഡ് കട്ട്സ് ദി y ആക്സിസ് അറ്റ് 2 points. ദാറ്റ് മീൻസ് y ആക്സിസ് ആക്ട് ആസ് എ കോഡ് ഓഫ് ദ സർക്കിൾ. അങ്ങനെ വരുമ്പോഴേ ഇത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എഴുതി വെക്കുകയാണ് എനിവേ 2 root of f square minus c. ഇനി ഇത് രണ്ടും 0 ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം if x intercept is 0 then circle just touches the x axis and if y intercept is 0 then circle just touches the y axis. അതിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. ഓക്കെ, സോ when circle touches the axis വളരെ സിമ്പിൾ ആണ്. സർക്കിൾ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ തലോടിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ദ ലെങ്ത് ഓഫ് ദ എക്സ് ഇന്റർസെപ്റ്റ് ഇസ് 0. അവിടെ എക്സ് ഇന്റർസെപ്റ്റ് ഉണ്ടാവുന്നില്ല, ഒറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലെങ്ത് എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണ്? ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 points ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് സർക്കിൾ ആൻഡ് ദി ആക്സിസ്. സർക്കിളും എക്സ് ആക്സിസും തമ്മിൽ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നത്. ആ 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാധനമില്ല, ഒറ്റ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ ലെങ്ത് 0 ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ടച്ചസ് ദ എക്സ് ആക്സിസ്. ടച്ചസ് ദ എക്സ് ആക്സിസ് ഇഫ് എക്സ് ഇന്റർസെപ്റ്റ് is equal to 0. So a circle is said to be touching the x-axis if its x-intercept is 0 and a circle is said to be touches the y-axis if its y-intercept is 0. x-intercept 0 ആകുമ്പോൾ x-axis ടച്ച് ചെയ്യും, y-intercept 0 ആകുമ്പോൾ y-axis ടച്ച് ചെയ്യും. വളരെ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? സ്ക്വയർ റൂട്ട് ഓഫ് g സ്ക്വയർ മൈനസ് c is equal to 0. അതിനൊന്ന് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? what we get while squaring this g സ്ക്വയർ മൈനസ് c is equal to 0 അഥവാ g സ്ക്വയർ is equal to c. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സർക്കിളിന്റെ ഇക്വേഷനിൽ നിന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കാം. സർക്കിളിന്റെ സെന്ററും റേഡിയസ് ഒക്കെ കണ്ടുപിടിച്ചത് വരച്ച് നോക്കി x-axis 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ, 1 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ, ടാൻജന്റ് ആണോ, കോഡാണോ, ഇതൊന്നും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അനാലിസിസിന്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൺസിഡർ ദ ഇക്വേഷൻ ഓഫ് സർക്കിൾ, ഫൈൻഡ് g ആൻഡ് c. എങ്ങനെ ഫൈൻഡ് g ആൻഡ് c എങ്ങനെ കണ്ടുപിടിക്കും? 2g is the coefficient of x. അതിന്റെ പകുതി എടുത്താൽ g കിട്ടും. g is the semi coefficient of x. അതിനെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അവിടെയുള്ള കോൺസ്റ്റന്റുമായിട്ട് കമ്പയർ ചെയ്യുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ x ഇന്റർസെപ്റ്റ് വിൽ ബി 0 ആൻഡ് സർക്കിൾ വിൽ ബി ടച്ചിങ് ദ x ആക്സിസ്. ദാറ്റ്സ് ഓൾ. ഇതുപോലെ നമ്മൾ തിരിച്ച് എന്ത് പറയാൻ പോവാണ്? ടച്ചസ്. So g square is equal to c is the condition for tangency. Condition for tangency of x-axis. That's all. X-axis സർക്കിളിന് ടാൻജന്റ് ആവാനുള്ള കണ്ടീഷൻ ആണ് g square is equal to c. എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. Then touches y-axis if ഏറ്റവും ലളിതമായിട്ട് നമുക്ക് പറയാനുള്ള ഡെഫിനിഷൻ എന്താണ്? if y-intercept is equal to 0. So circle is said to be touching the y-axis if y-intercept is
0. Y-intercept is square root of f square minus c, that is equal to 0 എന്ന് വരും. While squaring this, we get f square minus c is equal to 0. That means f square is equal to c. This is the condition for tangency of y-axis. So g square is equal to c ആണെങ്കിൽ touches the x-axis. And when f square is equal to c, the circle touches the y-axis. So condition for tangency of y-axis. ഓക്കെ, ഇനി രണ്ട് ആക്സിസിനെയും ഒരുമിച്ച് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിലോ അവിടെ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ആവണം, എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ആവണം. ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ആവുമ്പോൾ എക്സ് ആക്സിനെ ടച്ച് ചെയ്യും, എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ആവുമ്പോൾ വൈ ആക്സിനെ ടച്ച് ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് ജി സ്ക്വയർ ഈക്വൽ ടു എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ആണെങ്കിൽ ദ സർക്കിൾ ടച്ചസ് ബോത്ത് ദി ആക്സസ്. അതാണ് അടുത്ത കാര്യം. ഓക്കെ, സോ ദ സർക്കിൾ ടച്ചസ് ബോത്ത് ദി സർക്കിൾ if g square is equal to f square is equal to c. This is the condition for tangency of both x axis and y axis. രണ്ട് ആക്സിസിനും ഒരുമിച്ച് ടാൻജൻസി വരണമെങ്കിൽ ഈ കണ്ടീഷൻ ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഒരു ആവൃത്തി കൂടി പറയുന്നു, the general equation of a circle is x square plus y square. പ്രത്യേകം ശ്രദ്ധിക്കുക, the coefficients of x square and y square are 1. x ഉം y അല്ല, x square ഉം y square ഉം coefficient എപ്പോഴും 1 ആവണം. Plus 2gx plus 2fy plus c is equal to 0. So g and f are the semi coefficients of x and y, not the coefficient of x and y. വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. c എന്ന് പറയുന്നത് അവിടുത്തെ പക്ക കോൺസ്റ്റന്റ് ടേം തന്നെയാണ്. അതിന്റെ സെന്റർ അറ്റ് മൈനസ് ജി മൈനസ് എഫ്, റേഡിയസ് സ്ക്വയർ റൂട്ട് ഓഫ് ജി സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ മൈനസ് സി, എക്സ് ഇന്റർസെപ്റ്റ് 2 റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി, വൈ ഇന്റർസെപ്റ്റ് 2 റൂട്ട് ഓഫ് എഫ് സ്ക്വയർ മൈനസ് സി. നൗ എക്സ് ഇന്റർസെപ്റ്റ് 0 ആണെങ്കിൽ the x axis touches the circle, and if the y intercept is 0, then the circle touches the y axis. So square root of g square minus c equal to 0 means g square equal to c is the condition for tangency of x axis, and f square is equal to c is the condition for tangency of y axis. Both g square and f square is equal to c is the condition for simultaneous tangency of both x and y axis. ഇത്രയുമാണ് നമ്മൾ ഈ സമയം കൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. When circle do not touches the x axis, when circle do not touches x axis, ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് x ആക്സിസിന്റെ ബേസിൽ പറയാം, പിന്നെ നമുക്ക് y ആക്സിസിന്റെ ബേസിലും പറയാം. g square greater than c means touches at 2 points. രണ്ട് പോയിന്റുകളിൽ കട്ട് ചെയ്യും. അതുകൊണ്ടാണ് 2 റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, എക്സ് ഇന്റർസെപ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ജി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സിയിൽ ജി സ്ക്വയർ മൈനസ് സി പോസിറ്റീവ് ആവുള്ളൂ. അപ്പോൾ റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ അതിന്റെ ഡബിൾ എടുക്കുക, 2 റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി വിൽ ബി ദ എക്സ് ഇന്റർസെപ്റ്റ്. അത് ഓക്കെ ആണ്. അപ്പോൾ രണ്ട് പോയിന്റുകളിൽ ടച്ച് ചെയ്യാനുള്ള കണ്ടീഷൻ ഇതാണ്. ജി സ്ക്വയർ എടുക്കുക, സി നോക്കുക. ജി സ്ക്വയർ വലുതും സി ചെറുതുമാണ്. രണ്ട് പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്യും. അവിടെ ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ് ഉണ്ടാവും, ആൻഡ് ദാറ്റ് ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ് ഈസ് 2 റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി. ഓക്കെ, അടുത്ത കണ്ടീഷൻ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. ജി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി മീൻസ് ടച്ചസ് അറ്റ് 1 പോയിന്റ്. ഇനി അടുത്ത എന്തായിരിക്കും, ജി സ്ക്വയർ ലെസ് ദാൻ സി ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി ഡിഫൈൻഡ് ആവില്ല. എന്ന് വെച്ചാൽ ഡു നോട്ട് ടച്ചസ് എക്സ് ആക്സിസ്, ടച്ച് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻസിനെ മനസ്സിലാക്കേണ്ടത്. ജി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സിയിൽ രണ്ട് പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്യും. ജി സ്ക്വയർ ഈക്വൽ ടു സി ആകുമ്പോൾ അതൊരു പോയിന്റ് ആയിട്ട് ചുരുക്കും. ജി സ്ക്വയർ ലെസ് ദാൻ സി ആകുമ്പോൾ മുകളിലോട്ട് പോകും. അപ്പൊ ചിത്രം വരച്ച് നോക്കുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇതാണല്ലോ എക്സ് ആക്സിസ്. അപ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ നിൽക്കുകയാണെന്ന് രണ്ട് പോയിന്റുകൾ കട്ട് ചെയ്യുന്നുണ്ട്. സോ ഹിയർ വി ക്യാൻ സേ ജി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി ഇന്റർസെക്ട് അറ്റ് 2 പോയിന്റ്സ്. ഇനി ഇങ്ങനെ വന്നിട്ട് കൃത്യം ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്ത് എക്സ് ആക്സിസ് ഒരു ടാൻജന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷനാണ് ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. ഇനി എക്സ് ആക്സിനെ ടച്ച് ചെയ്യാണ്ട് പൂർണ്ണമായി മുകളിലോട്ട് കയറി നിൽക്കുകയാണെങ്കിൽ ഹിയർ വി ക്യാൻ സേ ജി സ്ക്വയർ ലെസ് ദാൻ സി. ഇതാണ് അവസ്ഥ. അപ്പോൾ ജി സ്ക്വയറിന്റെ വാല്യൂ സീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായി വരുന്നതിനനുസരിച്ച് സർക്കിൾ മുകളിലോട്ട് പൊങ്ങി പോകും, അല്ലെങ്കിൽ താഴോട്ട് താഴ്ന്നു പോകും. ഇത് മുകളിലോട്ട് ആവുന്നൊരു നിർബന്ധമില്ല. ഞാൻ വെറുതെ ഫിഗർ വരച്ചപ്പോൾ കാണാനും മനസ്സിലാക്കാനും സൗകര്യത്തിന് വേണ്ടി മുകളിലോട്ട് പൊങ്ങി പോയ പോലെ വരച്ചേ ഉള്ളൂ. താഴോട്ടായാലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകിൽ ഇതിങ്ങനെ രണ്ട് പോയിന്റുകളിൽ മുട്ടാം, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിൽക്കാം, അല്ലെങ്കിൽ ടച്ച് ചെയ്യാണ്ട് നിൽക്കാം. ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണല്ലോ. ഓരോന്നിന്റെ അവസ്ഥ നമുക്ക് ജി സ്ക്വയറിന്റെയും സിന്റെയും വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് മാത്രം നോക്കിയാൽ മതി. ഈ അവസരത്തിൽ ജി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി വരുന്ന സമയത്ത് മാത്രമാണ് രണ്ട് പോയിന്റുകൾ ഇന്റർസെക്ട് ചെയ്യുന്നത്. അവിടെയാണ് അപ്പോൾ ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവുന്നതിന്, അങ്ങനെ ഒരു ജോമെട്രിക്കൽ എൻറ്റിറ്റി ഡിഫൈൻഡ് ആവുന്നത്. ദ ജോമെട്രിക്കൽ എൻറ്റിറ്റി ലെങ്ത് ഓഫ് കോഡ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ് ഈസ് ഡിഫൈൻഡ് ഓൺലി വെൻ ദ സർക്കിൾ ടച്ചസ് ദി എക്സ് ആക്സിസ് അറ്റ് 2 പോയിന്റ്സ്. അപ്പോഴാണ് 2 റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി എടുക്കേണ്ടത്. ജി സ്ക്വയർ സിനേക്കാളും വലുതായതുകൊണ്ട് 2 റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് സി ഡിഫൈൻഡ് ആവുകയും ചെയ്യും, റിയൽ ആവുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആണ്. റെഡി.
അങ്ങനെ നമ്മൾ y ആക്സിസിന്റെ കേസസിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. അതിനെ നമുക്ക് ഇതുപോലെ തന്നെ അനലൈസ് ചെയ്യണം. അവിടെ ജിക്ക് പകരം എന്ത് കൊടുത്താൽ മതി? എഫ് ആക്കി മാറ്റാം. വേറെ ഒരു വ്യത്യാസമില്ല. സിക്ക് പകരം സി തന്നെ, ഒരു മാറ്റവും ഇല്ല. ആൻഡ് റീപ്ലേസ് ജി സ്ക്വയർ ബൈ എഫ് സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് കേസ് എഫ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി. അപ്പൊ എന്ത് പറയണം? ഇന്റർസെക്ട് അറ്റ് 2 പോയിന്റ്. 2 പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യും. ആരുമായിട്ട്? വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ്, നോട്ട് വിത്ത് റെസ്പെക്ട് ടു x ആക്സിസ്. x ആക്സിന്റെ കേസാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ആൻഡ് എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ഈസ് ദ കണ്ടീഷൻ ഫോർ ടാൻജൻസി ഓഫ് y ആക്സിസ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇന്റർസെക്ട് അറ്റ് അല്ലെങ്കിൽ ടാൻജന്റ് അറ്റ് ഇന്റർസെക്ട് അറ്റ് 1 പോയിന്റ്. ഇവിടെ ആക്ച്വലി ടച്ചസ് എന്ന് പറയാൻ പാടില്ല, ഇന്റർസെക്ട് എന്ന് പറയാം. ടച്ച് എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ ടേമാണ്. ടാൻജന്റ് എന്നൊരു അർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് ഇന്റർസെക്ട് എന്ന് തന്നെ പറയാം. അവിടെ ഇന്റർസെക്ട് അറ്റ് 1 പോയിന്റ് അല്ലെങ്കിൽ ടച്ചസ് അറ്റ് 1 പോയിന്റ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ആൻഡ് ഇഫ് എക്സ് സ്ക്വയർ ഈസ് ലെസ് ദാൻ സി ദെൻ നോ കോമൺ പോയിന്റ്സ്. ആ സർക്കിളും y ആക്സിസും തമ്മിൽ കോമൺ പോയിന്റ്സ് ഒന്നുമില്ല. ഇതിന്റെയും ഒരു ഫിഗർ നമുക്ക് എങ്ങനെ വരച്ചു വെക്കാം? വി ക്യാൻ സീ ദിസ് ഇസ് ദ y ആക്സിസ്. അങ്ങനെ 2 പോയിന്റുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ദർ വി ഹാവ് 2 പോയിന്റ്സ് ഓഫ് ഇന്റർസെക്ഷൻസ്. ഹിയർ ഇൻ ദിസ് കേസ് എഫ് സ്ക്വയർ ഇസ് ഗ്രേറ്റർ ദാൻ സി. അവിടെ മാത്രമാണ് നമുക്ക് ലെങ്ത് ഓഫ് ഇന്റർസെപ്റ്റ് ഓൺ ദി y ആക്സിസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റി, ഒരു ജോമെട്രിക്കൽ എൻറ്റിറ്റി ഡിഫൈൻഡ് ആവുന്ന അവിടെ മാത്രമേ അത് കണ്ടുപിടിക്കേണ്ടുള്ളൂ. സോ ഇറ്റ്സ് ഫോർമുല ഈസ് 2 റൂട്ട് ഓഫ് എഫ് സ്ക്വയർ മൈനസ് സി. അത് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. എഫ് സ്ക്വയർ മൈനസ് സി പോസിറ്റീവ് ആയതുകൊണ്ട് റൂട്ട് എടുക്കാനും പറ്റും. റിയൽ ആയിരിക്കും. ഇങ്ങനെ ടച്ച് ആവുന്നതാണ് അടുത്ത കേസ്. ദർ എഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സി. പിന്നെ ടച്ച് ചെയ്യാണ്ട് y ആക്സിന്, ഇതിപ്പോൾ എക്സ് ആക്സിന് 2 പോയിന്റ് കട്ട് ചെയ്യുന്നുണ്ട്. അത് നോക്കരുത്. വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഇത് അവിടെ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സേ എഫ് സ്ക്വയർ ഇസ് ലെസ് ദാൻ സി. ജി സ്ക്വയർ എന്തായിരിക്കും? എക്സ് ആക്സിന് 2 പോയിന്റ് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ജി സ്ക്വയർ ഗ്രേറ്റർ ദാൻ സി ആയിരിക്കും. പക്ഷേ എഫ് സ്ക്വയർ ലെസ് ദാൻ സി ആണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ജി സ്ക്വയർ ലെസ് ദാൻ സി ആണ്. അതോടൊപ്പം എഫ് സ്ക്വയറും ലെസ് ദാൻ സി ആയിരിക്കും. കാരണം y ആക്സിസിൽ നിന്നും ടച്ച് ചെയ്യാണ്ട് വിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു സർക്കിൾ കോർഡിനേറ്റ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ടച്ച് ചെയ്യാണ്ടിരിക്കുന്നത്, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കോൺസെപ്റ്റ് ആണ് പവർ ഓഫ് എ പോയിന്റ്. പവർ ഓഫ് എ പോയിന്റ് x1 y1 ഒരു ജനറൽ പോയിന്റ് ആണത്. വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ, വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c is equal to 0. ഒരു സർക്കിളിന്റെ ജനറൽ ഇക്വേഷനിൽ x1 y1 എന്ന് പറയുന്ന പോയിന്റിന്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ പവർ എന്താണ്, ഈ പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം. രണ്ടാമത് ഈ പവർ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലാക്കണം. മൂന്നാമത് ഈ പവറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ സെഗ്മെന്റിലുള്ളത്. സോ വാട്ട് ഈസ് പവർ ജോമെട്രിക്കലി, രണ്ടാമത് ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പവർ ഓൾജിബ്രിക്കലി, ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് ദ വാല്യൂ ഓഫ് പവർ. ഇങ്ങനെ 3 കോൺസെപ്റ്റുകൾ വരിയായിട്ട് ഓരോന്നായിട്ട് പഠിച്ചെടുക്കണം. സോ ലെറ്റ് us look at the geometry. What is the geometry? This is the circle. Its equation is x square plus y square plus 2gx plus 2fy plus c is equal to 0. Now let us consider the point x1 y1 outside. ഇവിടെ ഒരു പോയിന്റ് പി ഞാൻ എന്ത് ചെയ്യാണ്? പുറത്ത് കൺസിഡർ ചെയ്യാണ്. ഇറ്റ്സ് കോർഡിനേറ്റ്സ് ആർ x1, y1. ഉള്ളിലെ പോയിന്റോ അല്ലെങ്കിൽ സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആയാലൊന്നും ഒരു വിരോധമില്ല. പോയിന്റ്സിന് 3 സാധ്യതകളാണുള്ളത്. either it is inside at the concavity or it is outside at the convexity or on the curve, on the circumference of the circle. ഇത് ഒരു സർക്കിളിന് മാത്രം കാര്യമില്ല. ഇനി അങ്ങോട്ട് പഠിക്കാനുള്ള എല്ലാ കോണിക് സെക്ഷൻസിലും നമുക്ക് എലിപ്സ് ആണെങ്കിലും ഇന്റീരിയർ പോയിന്റ്സ് ഉണ്ടാവും, എക്സ്റ്റീരിയർ പോയിന്റ്സ് ഉണ്ടാവും, പോയിന്റ്സ് ഓൺ ദ എലിപ്സ് ഉണ്ടാവും. പരാബോള ആണെങ്കിൽ പോയിന്റ്സ് അറ്റ് ദ കോൺകേവിറ്റി ഉണ്ടാവും, പോയിന്റ് അറ്റ് ദ കോൺവെക്സിറ്റി ഉണ്ടാവും, ഓൺ ദി പരാബോള ഉണ്ടാവും. ഹൈപ്പർബോള ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പുറത്തെ പോയിന്റ് ആണ് എടുക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഡസന്റ് മീൻ x1, y1 ഷുഡ് ബി ഓൾവേസ് ഇൻസൈഡ്. അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല. ഇനി ഇങ്ങനെ നമുക്കൊരു ടാൻജന്റ് ലൈൻ നമുക്ക് x1 y1 ൽ നിന്ന് ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഈ ലെങ്ത്തിനെ നമ്മൾ d എന്ന് വിളിക്കുകയാണ്. ഡിസ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിലാണ് d കൊടുക്കുന്നത്. അതേ ലെങ്ത് നമുക്ക് ഇങ്ങനെ താഴോട്ടേക്ക് വരക്കാം. ഇതിന്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു p-യും ഇത് t1-ഉം, ദിസ് പോയിന്റ് ഈസ് t1. ഇതിനെയാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. ആൻഡ് ദിസ് ഷുഡ് ബി t2. അത് രണ്ടിനും ഒരേ ലെങ്ത് തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. pt1 is equal to pt2 is equal to d. ലെങ്ത് ഓഫ് ടാൻജന്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഇത് നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു എക്സ്റ്റീരിയർ പോയിന്റ് സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് മുകളിലും താഴെ ഒരേ ഡിസ്റ്റൻസ് തന്നെയാണ് വരിക. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. This length d അഥവാ distance, the length of tangent of a point x1 y1 to the circle x square plus y square plus 2gx plus 2fy plus c is equal to 0 കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. അത് എന്ത് ചെയ്താൽ മതി? Put this point on the circle. x1 square plus y1 square plus 2gx1 plus 2fy1
പ്ലസ് സി എന്നിട്ട് റൂട്ടും കൂടി അങ്ങോട്ട് എടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡി, ഡിസ്റ്റൻസ്. ലെങ്ത് ഓഫ് ടാൻജന്റ് കണ്ടുപിടിക്കാൻ പുറത്ത് നിൽക്കുന്ന പോയിന്റ്, ഏത് പോയിന്റിൽ നിന്നാണോ നിങ്ങൾ ടാൻജന്റ് എടുക്കുന്നത് ആ ടാൻജന്റ് സർക്കിൾ ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. ഇനി ഇതിനൊന്ന് സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് y1 സ്ക്വയർ പ്ലസ് 2gx1 പ്ലസ് 2fy1 പ്ലസ് c. This d square is known as power of point P. Power of P. ഒരു പോയിന്റിന്റെ പവർ എന്ന് പറയുന്നത് the square of the length of tangent from that point to the circle. അതിനെയാണ് power with respect to that circle. So d square is the power of P x1, y1. x1, y1 എന്ന് പറയുന്ന പോയിന്റിന്റെ പവർ with respect to circle. With respect to circle, x square plus y square plus 2gx plus 2fy plus c is equal to 0. ഇതാണ് ഒന്നാമത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു സർക്കിളിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കുമ്പോൾ PT1 ഇസ് ഈക്വൽ ടു PT2 ഇസ് ഈക്വൽ ടു രണ്ടും ഡി തന്നെയാണ്. ആ ഡി കിട്ടാൻ നമ്മൾ ഈ പോയിന്റ് സർക്കിൾ ഇക്വേഷനിൽ കൊടുത്ത് റൂട്ട് എടുത്താൽ മതി. ആ ലെങ്ത്തിന്റെ സ്ക്വയർ ഓഫ് ദി ലെങ്ത് ഓഫ് ടാൻജന്റ് ഈസ് നോൺ ആസ് പവർ. ഇനി ആ പവറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. So uses of power, അതിന്റെ യൂസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ യൂസ് to determine whether the point is inside on the circle or inside. അത് തന്നെയാണ്. So determine the position of a given point with respect to circle. സർക്കിളിനെ ആപേക്ഷികമായി നോക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ, അപ്പോൾ ഒരു ഗിവൺ പോയിന്റിന്റെ, അതായത് ഒരു ക്വസ്റ്റ്യൻ എന്താ ഒരു സർക്കിൾ ഇക്വേഷൻ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഉള്ളിലാണോ പുറത്താണോ ഓൺ ദ സർക്കിൾ ആണോ ഇതൊക്കെയാണ് ചോദിക്കുക. സോ ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് എ ഗിവൺ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ ആണ് ഒന്നാമത്തെ യൂസ്. അവിടെ വളരെ സിമ്പിൾ ആണ്. ഇഫ് ഡി സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ ക്വാണ്ടിറ്റി, ഇഫ് ഡി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0, അല്ലെങ്കിൽ ഞാൻ അതിനെ പവർ എന്ന് തന്നെ വിളിക്കുകയാണ്. Power is equal to x1 square plus y1 square plus 2gx1 plus 2fy1 plus c. അതായത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ സർക്കിളിന്റെ ഇക്വേഷനിൽ x1 y1 എന്ന് പറയുന്ന പോയിന്റ് അങ്ങോട്ട് കൊടുത്തു. This is ഈ സാധനം, ഈ പവർ എന്ന് പറയുന്ന ഈ ക്വാണ്ടിറ്റി പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉടനെ പറയണം എക്സ്റ്റേണൽ ടു ദ സർക്കിൾ. അഥവാ എക്സ്റ്റേണൽ ടു ദ സർക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പഞ്ച് കിട്ടുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കിയിട്ട് എന്ത് പറയാ, ഔട്ട്സൈഡ് ദ സർക്കിൾ. ആ പോയിന്റ് എവിടെയാണ്? സർക്കിളിന്റെ പുറത്ത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു പോയിന്റ് എന്ന് സർക്കിൾ ഇക്വേഷനിൽ ഇടാം. സർക്കിൾ ഇക്വേഷനിൽ ഇട്ടാൽ പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്സൈഡ് ദ സർക്കിൾ, 0 ആണെങ്കിൽ ഓൺ ദ സർക്കിൾ എന്ന് വെച്ചാൽ ഓൺ ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ, ഓൺ ദി കർവ് ഓഫ് ദ സർക്കിൾ. സർക്കിൾ കർവിന്റെ മുകളിലാണ് ഈ ക്വാണ്ടിറ്റി 0 ആണെങ്കിൽ. 0 ഉറപ്പല്ലേ? അത് അതിന്റെ അർത്ഥം എന്താണ്? ഈക്വൽ ടു 0 കിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? The circle is satisfied by the given point. നമ്മൾ കൊടുത്ത പോയിന്റ് ആ സർക്കിളിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സർക്കിളിൽ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റുകൾ എവിടെയാണ്? ഓൺ ദ സർക്കിൾ ആണ്. നമ്മൾ കർവിന്റെ ഇക്വേഷൻ ആണ് എഴുതുന്നത്, ഇന്റീരിയറിന്റെ ഇക്വേഷൻ എക്സ്റ്റീരിയറിന്റെ ഇക്വേഷൻ ഒന്നുമല്ല. We do have the equation of curve. And what if here negative? ഈ ക്വാണ്ടിറ്റി നമ്മൾ സർക്കിളിനകത്ത് പോയിന്റ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെന്ത് പറയാം, ദ ഇന്റീരിയർ പോയിന്റ് ഓഫ് എ സർക്കിൾ എന്ന് പറയാം, അല്ലെങ്കിൽ പോയിന്റ് അറ്റ് ദി കോൺകേവിറ്റി ഓഫ് ദ സർക്കിൾ എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. എനിവേ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയല്ല ചോദ്യം ചോദിക്കുക. ഈ പോയിന്റുകളുടെ പൊസിഷൻ കിട്ടിയിട്ട് പുറത്താണോ അകത്താണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ആ നിലക്ക് തന്നെ അതിനെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. Now let us go to next thing. അടുത്തത് applications of t equal to 0. t equal to 0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. t equal to 0 മാത്രമല്ല, t square equal to ss1, t equal to s1, അങ്ങനെ പല സംഗതികളുണ്ട്. തൽക്കാലം നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് t equal to 0 എന്ന് പറയുന്ന ഈ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയേണ്ട ഈ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും. ഇത് ആദ്യമേ ഞാൻ പറയാണ്, ഇത് സർക്കിളിലേക്ക് മാത്രം പറയുന്ന ഒരു കാര്യമല്ല. ദിസ് ഈസ് അപ്ലിക്കബിൾ ടു ഓൾ ദി അതർ കർവ്സ്. ഏതൊക്കെ? പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, അതിലേക്കെല്ലാം ഇത് അപ്ലിക്കബിളും കൂടെയാണ്. സർക്കിൾ ആണ് എനിക്ക് തോന്നുന്നു, സർക്കിളും പരാബോളയാണ് ഏറ്റവും ടഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എലിപ്സിലും ഹൈപ്പർബോളയിലും പിന്നെ എക്സെൻട്രിസിറ്റി വരുന്നതുകൊണ്ട് അതും കുറച്ച് അധികം കാര്യങ്ങൾ അതിനകത്ത് വരും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിടത്ത് പറഞ്ഞു തന്നെ ഇങ്ങനെ ടാൻജന്റ്, നോർമൽ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനേ ഉള്ളൂ. പിന്നെ എലിപ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈപ്പർബോളയിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇതിൽ റെക്ടാങ്കുലർ ഹൈപ്പർബോള, അസിംപ്റ്റോട്സും
അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ എക്സ്ട്രാ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമെട്രിക് ആണ്, വേഗം വേഗം പറഞ്ഞ് തീർക്കാനും പറ്റും. അതുകൊണ്ട് ഈ പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ വാട്ട് ഈസ് t equal to 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ we do have an equation. ഒരു ജനറൽ ഇക്വേഷൻ ഞാൻ കൺസിഡർ ചെയ്യാണ്. ജനറൽ ഇക്വേഷൻ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ കാരണം ഇത് സർക്കിളിൽ മാത്രം അപ്ലിക്കബിൾ അല്ല, ബാക്കി കർവുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് എടുക്കുകയാണ്. We do have a general equation ax square plus by square plus 2hxy plus 2gx plus 2fy plus c is equal to 0. This is the general equation of a conic section that can be pair of straight line, circle, parabola, ellipse and hyperbola. 5 സാധനങ്ങൾ ആവാൻ ഇതിന് സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുക എസ് ഫംഗ്ഷൻ എന്നാണ്. എസ് ഓഫ് എക്സ് കോമ വൈ. ഒരു ജനറൽ കോണിക് സെക്ഷനെ എസ് എന്ന് വിളിക്കും. സർക്കിളിനും പരാബോളിനും എലിപ്സിനൊക്കെ നമ്മൾ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ എസ് ഓഫ് എക്സ് കോമ വൈ എസ് ഫംഗ്ഷൻ, ഇത് ഇക്വേഷൻ ആണ്. ആ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് 2hxy പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് സി. ദിസ് ഈസ് ദ കോണിക് ഫംഗ്ഷൻ. ഇത് ഇക്വേഷൻ അല്ല, ഫംഗ്ഷൻ ആണ് എന്ന് പറയാൻ കാര്യം നമ്മൾ എന്താ പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷനിലൊക്കെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുന്ന സമയത്ത് 2 വേരിയബിൾ ഹോമോജീനിയസ് ഫംഗ്ഷൻസും നോൺ ഹോമോജീനിയസ് 2 വേരിയബിൾ ഫംഗ്ഷൻസും 2 വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻസിനെ പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊരു ഫംഗ്ഷൻ ആണ്. എക്സിനും വൈക്കും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാമതൊരു വാല്യൂ കിട്ടും. ഇറ്റ്സ് എ 2 വേരിയബിൾ ഫംഗ്ഷൻ. ഇറ്റ്സ് ഡൊമൈൻ കണ്ടെയ്ൻസ് ഓർഡേർഡ് പെയേഴ്സ് എക്സ് കോമ വൈ. റേഞ്ചിൽ ഒരു സിംഗിൾ വാല്യൂസ് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ, എന്തോ ആവട്ടെ. ഇതിൽ നിന്ന് നമുക്ക് ഹൗ ടു ഒബ്റ്റെയിൻ ദ ടി ഫംഗ്ഷൻ, ടി ഓഫ് എക്സ് കോമ വൈ എങ്ങനെ കിട്ടും? അപ്പോൾ എസ് ഓഫ് എക്സ് കോമ വൈയിൽ നിന്നും ടി ഓഫ് എക്സ് കോമ വൈയിലേക്ക് പോകാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഉപയോഗിച്ചത് സർക്കിളിലും എലിപ്സിലും പരാബോളിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇതെൻ്റെ മോസ്റ്റ് ജനറൽ കേസാണ്. നമ്മൾ തൽക്കാലം ഇതിൻ്റെ സ്പെഷ്യൽ കേസായിട്ട് സർക്കിൾ എടുത്ത് അനലൈസ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകും. പിന്നെ ഇത് പരാബോളിലും എലിപ്സിലൊക്കെ ഈ പറയുന്ന കണ്ടന്റ് തന്നെ. അവിടെ നിന്ന് ഇതിൻ്റെ ജനറൽ കേസ് ഒരു ആവൃത്തി കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയില്ല. പെട്ടെന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. സോ ദിസ് ഇസ് ഒബ്റ്റെയിൻഡ് ബൈ റീപ്ലേസിംഗ് എക്സ് സ്ക്വയർ ബൈ xx1. അപ്പോൾ x1 y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടി നമുക്ക് തന്നാലേ നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, t equal to 0 ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ t is equal to 0 അല്ലെങ്കിൽ the t function t of x comma y എന്ന് പറയുന്ന 2 വേരിയബിൾ ഫംഗ്ഷൻ is defined to a given curve and a point. ഒരു കർവ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഒരു പോയിന്റ് ഉണ്ട്. കർവ് എന്ത് വേണമെങ്കിലും ആവാം. കർവ് ക്യാൻ ബി എനി കോണിക് സെക്ഷൻസ്. സർക്കിൾ പരാബോള എലിപ്സ് ഹൈപ്പർബോള 4 ഏത് വേണമെങ്കിലും ആവാം. എന്നിട്ട് ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം, എന്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ ഓൺ ദ കർവ് ആവാം, വാട്ടെവർ. അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു പോയിന്റും കർവും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ x1 y1 എന്നൊക്കെ പറയുന്നത്. റീപ്ലേസിംഗ് എക്സ് സ്ക്വയർ ബൈ xx1, y സ്ക്വയർ ബൈ yy1, തീർന്നില്ല, xy ബൈ xy1 പ്ലസ് yx1 ഓൾ ഡിവൈഡഡ് ബൈ 2. പ്രത്യേകം ശ്രദ്ധിക്കണം, x സ്ക്വയർ xx1, y സ്ക്വയർ yy1, xy ബൈ xy1 പ്ലസ് yx1 ബൈ 2. അങ്ങനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതായത് xy ഒരു സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഈ 2hxy ഉണ്ടല്ലോ, അതിൽ ആ 2hനെ അവിടെ തന്നെ വെച്ചിട്ട് 2hനെ അവിടെ തന്നെ വെച്ചിട്ട് xy എടുത്ത് ഒഴിവാക്കി പകരം ഇത്രയും വലിയ സാധനങ്ങൾ കൊടുക്കുക. എന്നിട്ട് പോയിന്റ് ഇപ്പോൾ x1 y1 നമ്മൾ ജനറൽ ആയിട്ട് പറയുന്നതാണ്. ക്വസ്റ്റ്യനിലാണെങ്കിൽ 2 3 എന്നോ 4 9 എന്നോ അങ്ങനെ എന്തെങ്കിലും 2 വാല്യൂസ് അവിടെ ഉണ്ടോ, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വൈൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. യെസ്. അടുത്തത് എക്സ് ബൈ എക്സിനെ റീപ്ലേസ് ചെയ്യണം. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് x1. ഇങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ആൻഡ് വൈ ബൈ ഹാഫ് ഇൻറ്റു വൈ പ്ലസ് y1. സി ബൈ സി തന്നെ, സി മാറ്റണമെന്നില്ല. ആ കോൺസ്റ്റന്റ് ടേം സീനെ അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഈ എസ് ഓഫ് എക്സ് കോമ വൈയിലുള്ള ഓരോ ടൈപ്പ് ടേംസിന് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എക്സ് വൈ കോൺസ്റ്റന്റ് ഇത്രയാണല്ലോ ഉണ്ടാവുക. ഈ 7 ആളുകളെ എങ്ങനെയൊക്കെ റീപ്ലേസ് ചെയ്യണം? 7 ആളുകളുണ്ടോ? 1 2 3 4 5 6 യെസ് 6 ആളുകളെയും എന്തൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ കിട്ടുന്ന ഒരു ടി ഓഫ് എക്സ് കോമ വൈ ഉണ്ടാവും. അതൊരു ലീനിയർ ഫംഗ്ഷൻ ആണ്. സോ ടി ഈസ് ഓൾവേസ്, കാരണം എന്താ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ എക്സ് സ്ക്വയറിൽ xx1 വരുന്നുള്ളൂ, വൈ സ്ക്വയറിൽ y1 വരുന്നുള്ളൂ, എക്സ് വൈയിൽ xy1 മൾട്ടിപ്ലിക് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഈ y1 കോൺസ്റ്റന്റ് ആണ്, അതുപോലെ x1 കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിലൊക്കെ ഇത് എക്സ് ടേം ആണ്, ഇത് y ടേം ആണ്, ഇത് എക്സ് ടേമും y ടേമും ആണ്. y/2 ഇൻറ്റു എക്സും പ്ലസ് x/2 ഇൻറ്റു y ആണ്. അതായത് എക്സും വൈ മാത്രമാണ് വേരിയബിൾ, x1ഉം y1ഉം കോൺസ്റ്റന്റ് ആണ്. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതുപോലെ എക്സ് ടേം ആണ്, അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെന്നുള്ളത്. ഇത് അതുപോലെ y ടേം ആണ്. സോ ടി ഈസ് ഓൾവേസ് ഫോർ എവറി കർവ്, എല്ലാ കർവുകൾക്കും ഈസ് എ ലീനിയർ ഫംഗ്ഷൻ. ഇനി നമുക്ക് സർക്കിളിന്റെ കേസിലേക്ക് തിരിച്ചു വരാം. സർക്കിളിന്റെ കേസിൽ വളരെ എളുപ്പമാണ്, കാരണം എക്സ് വൈ ടേം അവിടെ ഉണ്ടാവില്ല. അവിടെ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സും വൈയും അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. എക്സ് വൈ എല്ലായ്പ്പോഴും 0 ആണ്. യെസ്, സോ ടി ഈസ് ഓൾവേസ് എ ലീനിയർ ഫംഗ്ഷൻ. So let us apply this on circle. Special case.
സ്പെഷ്യൽ കേസ് ഒന്ന് ഓൺ ദ സർക്കിൾ. ഇത് നമ്മൾ സർക്കിളിന്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണ്. So the general equation of circle S, the equation പറയാം എന്നിട്ട് S ലേക്ക് പോവാം. So the general equation is x square plus y square plus 2gx plus 2fy plus c is equal to 0. So the S function is S of x comma y എന്ന് എപ്പോഴും എഴുതണമെന്നില്ല, S എന്നങ്ങ് എഴുതിയാലും മതി. S is equal to x square plus y square plus 2gx plus 2fy plus c. ഇത്ര എഴുതിയാൽ മതി, ഫംഗ്ഷൻ ആണ്. So the t function is obtained by, നമുക്ക് നോക്കാം, t function is obtained by replacing x by x(x1). So x square by x(x1) and y square by y(y1). X is replaced. So 2g, keep it there. 2g into x is replaced by x plus x1 by 2. ഞാൻ അവിടെ എഴുതി half into x plus x1 എന്നാണ്, അത് തന്നെയാണ് x1 plus x2 by 2. Sorry, x plus x1 by 2 plus 2f into y is replaced by y plus y1 by 2 plus c. Now we can cancel this 2 and 2 from here, 2 and 2 from here. So what we get? T is equal to x x1 plus y y1, x x1 y y1 plus g into x plus x1 plus f into y plus y1 plus c. ഇത് എന്തിനാണ്, ഇതിന്റെ ഉപയോഗം എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിന്റെ റോ ഫോർമാറ്റിൽ അതിന്റെ ബേസിക് കാര്യങ്ങൾ മുതൽ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടം വരെ എത്തി. അപ്പോൾ എല്ലാ കർവുകൾക്കും നമുക്ക് ഇതുപോലൊരു ടി ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. എക്സ് സ്ക്വയറിന് എക്സ് എക്സ് വൺ, വൈ സ്ക്വയറിന് വൈ വൈ വൺ, എക്സ് വൈന് എക്സ് വൈ വൺ പ്ലസ് വൈ എക്സ് വൺ ബൈ ടു, എക്സിന് ഹാഫ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് വൺ, വൈന് ഹാഫ് ഇൻറ്റു വൈ പ്ലസ് വൈ വൺ, കോൺസ്റ്റന്റ് ടേം തന്നെ. അങ്ങനെ റീപ്ലേസ് ചെയ്താൽ ടി ഫംഗ്ഷൻ കിട്ടും. നോ വാട്ട് ഈസ് ടി ഈസ് ഈക്വൽ ടു 0? വാട്ട് ഈസ് ടി ഈക്വൽ ടു 0? സർക്കിളിന്റെ കേസിൽ ടി ഈക്വൽ ടു 0 എങ്ങനെ കിട്ടും? ദാറ്റ് ഇംപ്ലൈസ് x1 x, അല്ലെങ്കിൽ ഇവിടെ എക്സിന് വേറെയും കോഎഫിഷ്യൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ വി ഗെറ്റ് x1 പ്ലസ് g ഓൾ ഇൻറ്റു എക്സ് പ്ലസ് y1 പ്ലസ് എഫ്. ഇത് കോഎഫിഷ്യൻ്റ് ആണ്. x1 ഒരു ഫിക്സഡ് റിയൽ നമ്പർ ആണ്, പ്ലസ് ജിയും ഫിക്സഡ് റിയൽ നമ്പർ, സർക്കിളിന്റെ ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻ്റ് ആണല്ലോ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ കോഎഫിഷ്യൻ്റ് ഓഫ് fi പ്ലസ് y1 പ്ലസ് എഫ് ഇൻറ്റു y, ദിസ് ഇസ് എ റിയൽ നമ്പർ കോഎഫിഷ്യൻ്റ്, ഇൻറ്റു y പ്ലസ് കോൺസ്റ്റന്റ് ടേംസ് ആർ, ആരൊക്കെയാണ് ഇവിടെ കോൺസ്റ്റന്റ് ടേമിൽ വരുന്നത്? gx1 plus fy1 plus c, gx1 plus fy1 plus c. This is the entire constant is equal to 0. ഇത് ഏത് ഫോമിലാണ്? ax plus by plus c is equal to 0. Coefficient of x is x1 plus g, coefficient of y is y1 plus f, and constant term is gx1 plus fy1 plus c. This is equal to 0. This is a line. ഇതാണ് ഞാൻ പറയുന്നത്. t is equal to 0 എല്ലായ്പ്പോഴും ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈനിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ എന്തൊക്കെ ആവാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻ കേസ് ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിന്റെ കേസിൽ പറയുമ്പോൾ ദിസ് t is equal to 0, the straight line represented by t is equal to 0 can be a tangent, എ കോഡ് ഓഫ് കോണ്ടാക്ട് ഓർ പോളാർ. ഇങ്ങനെ മൂന്ന് സാധനങ്ങളാവാൻ പറ്റും. അത് എപ്പോഴൊക്കെയാണ് ടാൻജന്റ് ആവുക, എപ്പോഴൊക്കെയാണ് കോഡ് ഓഫ് കോണ്ടാക്ട് ആവുക, എപ്പോഴൊക്കെയാണ് പോളാർ ആവുക എന്ന് നമ്മൾ പഠിക്കണം. ടാൻജന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, പക്ഷേ കോഡ് ഓഫ് കോണ്ടാക്ട് എന്താണെന്നും പോളാർ എന്താണെന്ന് നിങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. അതെന്താണെന്ന് മനസ്സിലാക്കണം. ബാക്കി അങ്ങനെ സമഗ്രമായി കോംപ്രഹെൻസീവ് ആയിട്ട് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. സോ ആപ്ലിക്കേഷൻസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 എന്ന ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, x1, y1 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അതുപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy പ്ലസ് c ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു സർക്കിളും നമ്മളെ കയ്യിൽ ഉണ്ടാവണം. നൗ ദിസ് പോയിന്റ് x1, y1 ക്യാൻ ഹാവ് അറ്റ് 3 ഡിഫറെന്റ് പൊസിഷൻസ്. 3 സ്ഥലങ്ങളിലാവാൻ പറ്റും. ഏതൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു? ഇന്റീരിയർ ഓഫ് ദ സർക്കിൾ, ഓൺ ദി ബ്രിം അല്ലെങ്കിൽ ഓൺ ദി കർവേച്ചർ ഓഫ് ദ സർക്കിൾ, ഓൺ ദി സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ ഓൺ ദി കർവ് ഓഫ് ദ സർക്കിൾ, ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇങ്ങനെ 3 സ്ഥലങ്ങളിൽ എത്താൻ പറ്റും. ഇത് തിരിച്ചറിയാൻ നേരത്തെ നമ്മൾ പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. പവർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പോയിന്റ് എടുത്ത് സർക്കിൾ ഇക്വേഷനിൽ കൊടുത്തു നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ഔട്ട്സൈഡ്, 0 ആണെങ്കിൽ ഓൺ ദ സർക്കിൾ, നെഗറ്റീവ് ആണെങ്കിൽ ഇൻസൈഡ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കേസ് 1, അതായത് ഈ t equal to 0 എന്തിനേയും കൂടി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്? x1, y1 എന്ന് പറയുന്ന നമ്മുടെ പോയിന്റിനെയും കൂടി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഈ t equal to 0 എന്ന് പറയുന്ന ലൈൻ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്, ഓൾവേസ് ലൈൻ, അതിന് സംശയമില്ല. ഇനി ആ ലൈൻ എന്താവണം എന്നുള്ളതാണ്. ലൈൻ എപ്പോഴും ടാൻജന്റ് ആവണമെന്നില്ലല്ലോ. ചില സമയത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് ആവും, ചില സമയത്ത് പോളാർ ആവും. അതാണ് വിശദീകരിക്കുന്നത്. സോ കേസ് 1, x1, y1 ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഔട്ട്സൈഡ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? നേരത്തെ പറഞ്ഞു, പവർ എന്ന് പറയുന്ന ഐഡിയ. അതായത് ആ പോയിന്റ് എടുത്ത് സർക്കിൾ കൊടുത്തു നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ പുറത്ത്, അത്രേ ഉള്ളൂ. സോ x1, y1 ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. പുറത്താണ് നിൽക്കുന്നതെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ദിസ് ഇസ് ദ സർക്കിൾ.
x square plus y square plus 2gx plus 2fy plus c is equal to 0. And this is the point. കാരണം പുറത്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ പവർ പോസിറ്റീവ് ആണ്, അത് പുറത്താണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഇസ് ദ പോയിന്റ് x1, y1. നൗ നേരത്തെ നമ്മൾ പറഞ്ഞു വി ക്യാൻ ഡ്രോ 2 ടാൻജൻസ് ടു ഇറ്റ്. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും PT1 എന്ന് പറയുന്ന ടാൻജന്റ് വരയ്ക്കാം. അതേ ലെങ്ത് തന്നെയുള്ള താഴോട്ടേക്ക് PT2 എന്ന് പറയുന്ന ഒരു ടാൻജന്റ് കൂടി വരയ്ക്കാം. സോ വി ഹാവ് 2 ടാൻജൻസ് PT1 ആൻഡ് PT2. ബോത്ത് ഓഫ് ദം ഹാവ് ദ സെയിം ലെങ്ത്. ആ ലെങ്ത് കണ്ടുപിടിക്കാൻ സ്ക്വയർ റൂട്ട് ഓഫ് പവർ ചെയ്താൽ മതി. അതായത് ഈ പോയിന്റ് എടുത്ത് സർക്കിൾ ഇക്വേഷനിൽ കൊടുത്ത് റൂട്ട് എടുത്താൽ ഈ ലെങ്ത് D കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ രണ്ട് ടാൻജന്റുകളുടെ പോയിന്റ്സ് ഓഫ് കോൺടാക്ട് ആണ് T1 ആൻഡ് D2. ആ T1 T2 കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോഡ് ഓഫ് കോണ്ടാക്ട്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. So code of contact of a circle with respect to a point is the code joining the point which are the point of tangency of the external point. ഈ x1 y1 ൽ നിന്ന് രണ്ട് ടാൻജന്റ് എടുക്കുക. അപ്പോൾ ആ രണ്ട് പോയിന്റുകളെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ടാൻജൻസി ഓഫ് x1 and y1 എന്ന് വിളിക്കുക ഓൺ ദ സർക്കിൾ. അതിന് രണ്ടിനെയും കൂടി ജോയിൻ ചെയ്ത് വരക്കുന്ന ലൈനാണ് കോഡ് ഓഫ് കോണ്ടാക്ട്. ദാറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഇക്വേഷൻ. ആ കോഡ് ഓഫ് കോണ്ടാക്ട് നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നു വേണ്ട. അതായത് ഈ പോയിന്റുകളിൽ നിന്ന് രണ്ട് ടാൻജന്റ് ഉണ്ടാക്കി, ആ രണ്ട് ടാൻജന്റുകൾ ഇവിടെ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് നോക്കി, എന്നിട്ട് ആ രണ്ട് പോയിന്റുകളും കൂടി ചേർത്ത് സ്ട്രേറ്റ് ലൈൻ ഉണ്ടാക്കി കഷ്ടപ്പെടാനൊന്നും പോണ്ട. ജസ്റ്റ് ടേക്ക് t is equal to 0. t equal to 0 will give the code of contact. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കണം, the x1 y1 must be an outside point. x1 y1 പുറത്താണെങ്കിൽ t equal to 0. നേരത്തെ നമ്മൾ വളരെ സമയമെടുത്ത് വിശദീകരിച്ച് പറഞ്ഞ t equal to 0 ഉണ്ടല്ലോ, that t equal to 0 represents the code of contact of x1 y1. x1 y1 ൽ നിന്ന് രണ്ട് ടാൻജന്റുകൾ വരയ്ക്കുമ്പോൾ ആ ടാൻജന്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കോഡാണ് കോഡ് ഓഫ് കോണ്ടാക്ട്. അതിനെ ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും ആലോചിക്കണ്ട. ഈ രണ്ട് ടാൻജന്റുകൾ ഏതൊക്കെയാണെന്നോ അവർ ഈ സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ ഏതൊക്കെയാണെന്നോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ടേക്ക് t equal to 0. അപ്പോൾ എന്ത് പറയാം? ഒന്നാമത്തെ റിസൾട്ട്, ഇഫ് x1, y1 is an outside point, then t is equal to 0 represents the code of contact of x1, y1. x1, y1 എന്ന് പറയുന്ന പോയിന്റിന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ആണ്. അഥവാ x1 y1 ൽ നിന്നും വരയ്ക്കുന്ന ടാൻജൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന കോഡ്. അപ്പോൾ കോഡ് ഓഫ് കോണ്ടാക്ട് ജോമെട്രിക്കലി എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അത് t equal to 0 ഉള്ളതുകൊണ്ട് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നതല്ല. t equal to 0 ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ എന്തുണ്ട്? കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. സർക്കിൾ ഉണ്ട്, പുറത്തുനിന്ന് രണ്ട് പോയിന്റ്സ് വരയ്ക്കുക. ആ കോഡ് ഓഫ് കോണ്ടാക്ടിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പണ്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ കോർഡിനേറ്റ് ജോമെട്രിയിൽ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അനാലിസിസിലൂടെയൊക്കെയാണ് നമ്മൾ ഇത് മനസ്സിലാക്കിയെടുക്കുന്നത്. രണ്ടാമത്തത് കേസ് 2. കേസ് 2, x1 y1. നമ്മൾ നേരത്തെ x1 y1 ഔട്ട്സൈഡ് ആണെന്നാണ് പറഞ്ഞത്. x1 y1 ഈസ് ഓൺ ദ സർക്കിൾ, അതായത് ഓൺ ദ കർവ് ഓഫ് ദ സർക്കിൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ, സോ ദിസ് വിൽ ബി ദ സിനാരിയോ. ദിസ് ഇസ് ദ സർക്കിൾ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 2gx പ്ലസ് 2fy plus c is equal to 0 is the equation of circle, and here is the point x1, y1. Then ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ടാൻജന്റ് ഡ്രോ ചെയ്യാൻ പറ്റും. ആ ടാൻജന്റ് ഇവിടുന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ സർക്കിളിന്റെ നോർമൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമീറ്റർ തന്നെയാണ്. ബാക്കിയുള്ള കർവുകൾക്കൊക്കെ നോർമൽ വരയ്ക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സർക്കിളിന്റെ സമയത്തുള്ള നോർമൽ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും എളുപ്പം. നോർമൽ ഈസ് എനി ലൈൻ പാസിംഗ് ത്രൂ ദ സെന്റർ. ഈ നോർമൽ ഈസ് എനി ഡയമീറ്റർ. എല്ലാ ഡയമീറ്ററുകളും എന്താണ്? നോർമലാണ്. നോർമലുകളൊക്കെ സെന്റർ കൂടെ പാസ് ചെയ്യും. അത് സർക്കിളിന്റെ ഒരു 360 ഡിഗ്രി സിമെട്രി കാരണം സർക്കിളിൽ കൈവരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. എനിവേ ദിസ് ടാൻജന്റ് t equal to 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം? രണ്ടാമത്തെ കേസ്, if x1, y1 is on the circle, then t is equal to 0 represents tangent at x1 y1. ആ x1 y1 എന്ന് പറയുന്ന പോയിന്റ് സർക്കിളിന്റെ മുകളിൽ തന്നെയാണല്ലോ. അപ്പോൾ ആ സർക്കിളിന്റെ മുകളിലുള്ള x1 y1 ലൂടെ തന്നെ വരയ്ക്കുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ എടുക്കാൻ എന്ത് ചെയ്താൽ മതി? t equal to 0. അപ്പോൾ t equal to 0 ക്ക് പലതരത്തിലുള്ള ഉപയോഗമാണ്. ഒരു പുറത്തെ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ കോഡ് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാനാണ് t equal to 0 എടുക്കേണ്ടത്. സർക്കിളിന്റെ മുകളിലുള്ള പോയിന്റ് ആണെങ്കിൽ ടാൻജന്റ് കണ്ടുപിടിക്കാൻ, ആ പോയിന്റിലെ തന്നെ ടാൻജന്റ് കണ്ടുപിടിക്കാനാണ് t equal to 0 നമ്മൾ എടുക്കേണ്ടത്.
ഇനി ഉള്ളിലുള്ള പോയിന്റ് ആണെങ്കിൽ, അപ്പോൾ പുറത്താണോ അകത്താണോ ഉള്ളിലാണോ എവിടെയാണെന്ന് കണ്ടെത്താൻ നമ്മൾ നേരത്തെ മെത്തേഡ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കയ്യിലുള്ള പോയിന്റ് എവിടെയാണെന്ന് നിങ്ങൾ ആദ്യമേ തീരുമാനിക്കണം. എന്നിട്ട് വേണം D = 0 എടുക്കുമ്പോൾ ഇതിൽ കോഡ് ഓഫ് കോൺടാക്റ്റിലാണോ എത്തിച്ചേരുക, ടാൻജന്റിലാണോ എത്തിച്ചേരുക, D = 0 എടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക എന്നുള്ളത് പോയിന്റ് നിൽക്കുന്ന പൊസിഷൻ നോക്കി ആദ്യമേ തീരുമാനിക്കണം. പോയിന്റ് നിൽക്കുന്ന പൊസിഷൻ എടുക്കാൻ പഴയ മെത്തേഡ് ഉപയോഗിക്കാൻ വേണം. ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. ഇതെല്ലാം ഒന്ന് ഓർമ്മ വരുമ്പോഴേക്കും അടുത്ത ഓർമ്മ വരണം. അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോകേണ്ടത്. ദെൻ കേസ് 3, point x1, y1 is inside the circle. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിലാണ് പോയിന്റ് ഉണ്ടാവുക x1, y1. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ സർക്കിളിന്റെ ഇക്വേഷനിൽ കൊടുത്തു പോകുമ്പോൾ നെഗറ്റീവ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനെ നെഗറ്റീവ് കിട്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. അവിടെ നമുക്ക് D = 0 എടുത്താൽ നമുക്ക് പോളാർ എന്ന് പറയുന്ന ഒരു ലൈനാണ് കിട്ടുക. പോളാർ എന്താണ് എന്ന് നിങ്ങൾ വിശദമായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഇൻസൈഡ് പോയിന്റ് D = 0 എടുക്കുമ്പോൾ കിട്ടുന്ന ലൈന് പോളാർ ആണ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മുടെ സിലബസിലില്ല. കോഡ് ഓഫ് കോൺടാക്റ്റും ടാൻജന്റും എന്തായാലും നമ്മുടെ സിലബസിൽ നല്ലോണം ഉണ്ട്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ നമുക്ക് ഏറ്റവും അധികം പഠിക്കാനുള്ള ടാൻജന്റും നോർമലും തന്നെയാണ്. കോഡ് ഓഫ് കോൺടാക്ട് നമ്മുടെ സിലബസിൽ ഇല്ല. പക്ഷേ ആ കോഡ് ഓഫ് കോൺടാക്ട് കിട്ടിയാൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് കോഡ് ഓഫ് കോൺടാക്ട് പലപ്പോഴും വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുള്ളൂ. എനിവേ ഇന്റീരിയർ പോയിന്റ് ആണ് D = 0 റെപ്രസെന്റ്സ് ദ പോളാർ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രം പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് ഓപ്ഷൻസിലൊക്കെ എങ്ങാനും പോളാർ എന്നൊക്കെ വരികയാണെങ്കിൽ ടിക്ക് ചെയ്ത് പോകാം. അത്രയേ ഉള്ളൂ.